നമസ്കാരം, ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മൂന്നാർ ടൗണിലെ തിരക്കും ഗതാഗതക്കുരുക്കും ഫലപ്രദമായി പരിഹരിക്കാനുള്ള ശ്രമമാണ് നടത്തിവരുന്നതെന്ന് ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി. മൂന്നാറിലെ അനധികൃത വഴിയോര വിൽപ്പനശാലകൾക്കെതിരെ നടപടി സ്വീകരിക്കാൻ പ്രത്യേക ടാസ്ക് ഫോഴ്സിനെ നിയമിക്കും. ഒഴിപ്പിക്കപ്പെടുന്ന അർഹരായവരുടെ പുനരധിവാസത്തിന് ഇടപെടൽ നടത്തും. മുമ്പ് നിർമ്മിക്കാൻ ലക്ഷ്യമിട്ടിരുന്ന ഫ്ലൈ ഓവറിന്റെ കാര്യത്തിൽ ഇടപെടൽ നടത്തുമെന്നും ജില്ലാ കളക്ടർ. വനനിയമ ഭേദഗതി ബില്ലിലെ നിർദ്ദേശങ്ങൾ കർഷകർക്ക് നേരെയുള്ള കടന്നാക്രമണമെന്ന് ഇടുക്കി രൂപത. 1961 വനനിയമം പരിഷ്കരിക്കാനുള്ള നടപടികളിൽ ജനദ്രോഹപരമായ നിർദ്ദേശങ്ങളാണെന്നും ഇവയൊന്നും അംഗീകരിക്കാനാവില്ലെന്നും ഇടുക്കി രൂപത മീഡിയ കമ്മീഷൻ ഡയറക്ടർ ഫാദർ ജിൻസൺ കാരക്കാട്ട്. വാത്തിക്കുടി പഞ്ചായത്തിലെ ദൈവമേട്ടിൽ വളർത്തുമൃഗങ്ങൾക്ക് നേരെ അജ്ഞാത ജീവിയുടെ ആക്രമണം. വ്യാഴാഴ്ച രാത്രിയിൽ 4 ആടുകൾക്ക് നേരെയാണ് ആക്രമണമുണ്ടായത്. ഇതിൽ 3 ആടുകൾ ചത്തുപോവുകയും 1 ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. വണ്ടൻമേട് പഞ്ചായത്തിലെ കുപ്പക്കല്ല് പഴയ കൊച്ചറ റോഡ് നിർമ്മാണം പൂർത്തിയായപ്പോൾ നടപ്പുവഴിയില്ലാതായതോടെ വൃദ്ധ പെരുവഴിയിൽ. രാജാക്കണ്ടം കുപ്പക്കല്ല് മാമൂട്ടിൽ ഏലിയമ്മ ജോസഫാണ് സ്വന്തം വീട്ടിലേക്ക് പോകാനാകാതെ ബുദ്ധിമുട്ടുന്നത്. വിശദമായ വാർത്തകൾ. മൂന്നാർ ടൗണിലെ തിരക്കും ഗതാഗതക്കുരുക്കും ഫലപ്രദമായി പരിഹരിക്കാനുള്ള ശ്രമമാണ് നടത്തിവരുന്നതെന്ന് ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി. മൂന്നാറിലെ അനധികൃത വഴിയോര വിൽപ്പനശാലകൾക്കെതിരെ നടപടി സ്വീകരിക്കാൻ പ്രത്യേക ടാസ്ക് ഫോഴ്സിനെ നിയമിക്കും. ഒഴിപ്പിക്കപ്പെടുന്ന അർഹരായവരുടെ പുനരധിവാസത്തിന് ഇടപെടൽ നടത്തും. മുമ്പ് നിർമ്മിക്കാൻ ലക്ഷ്യമിട്ടിരുന്ന ഫ്ലൈ ഓവറിന്റെ കാര്യത്തിൽ ഇടപെടൽ നടത്തുമെന്നും കളക്ടർ മൂന്നാറിൽ വ്യക്തമാക്കി. മൂന്നാറിൽ വിനോദസഞ്ചാരികളുടെ വരവ് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ടൗണിലെ തിരക്കും ഗതാഗതക്കുരുക്കും ഫലപ്രദമായി പരിഹരിക്കാനുള്ള ഇടപെടലുകൾക്കായി ജില്ലാ ഭരണകൂടം ശ്രമം ആരംഭിച്ചു. ടൗണിലെ വിവിധയിടങ്ങളിൽ ജില്ലാ കളക്ടർ സന്ദർശനം നടത്തുകയും തിരക്കും മാലിന്യ സംസ്കരണവും അടക്കമുള്ള കാര്യങ്ങളിൽ സ്ഥിതി വിലയിരുത്തുകയും ചെയ്തു. മൂന്നാർ ടൗണിലെ തിരക്കും ഗതാഗതക്കുരുക്കും ഫലപ്രദമായി പരിഹരിക്കാനുള്ള ശ്രമമാണ് നടത്തിവരുന്നതെന്ന് കളക്ടർ വി വിഘ്നേശ്വരി പറഞ്ഞു. മൂന്നാറിലെ അനധികൃത വഴിയോര വിൽപ്പനശാലകൾക്കെതിരെ നടപടി സ്വീകരിക്കാൻ പ്രത്യേക ടാസ്ക് ഫോഴ്സിനെ നിയമിക്കും. ഒഴിപ്പിക്കപ്പെടുന്ന അർഹരായവരുടെ പുനരധിവാസത്തിന് ഇടപെടൽ നടത്തുമെന്നും ജില്ലാ കളക്ടർ വ്യക്തമാക്കി. നമുക്ക് ഇപ്പോൾ എല്ലാവർക്കും അറിയാം, മൂന്നാർക്ക് വന്നാൽ വരുന്ന ടൂറിസ്റ്റ് ആവട്ടെ ഇല്ലെങ്കിൽ ഇവിടെയുള്ള നിവാസികൾക്ക് തന്നെ ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ കുടുങ്ങേണ്ടി വരുന്നുണ്ട്. സോ അതിൽ നമുക്ക് ഉള്ള റോഡ്സിനെ തന്നെ വേറെ എങ്ങനെ മാനേജ് ചെയ്താൽ ചെയ്യാൻ പറ്റുന്നുള്ളതാണ് ഫസ്റ്റ് പ്ലാൻ ആയിരിക്കും. ഓക്കെ, സെക്കൻഡ് നമുക്ക് ഇതിനെ ഒരു പെർമനൻറ്റ് സൊല്യൂഷനായിട്ട് ലോങ് ടേം സൊല്യൂഷനായിട്ട് ഇവിടെ ഒരു ഫ്ലൈ ഓവറിൻ്റെ പ്രപ്പോസൽ നേരത്തെ ഉണ്ടായിരുന്നു തോന്നുന്നു. അതുകൂടി ഒന്ന് റീആക്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ള ഒരു കാര്യങ്ങളിൽ നമ്മൾ ഇടപെടുമായിരുന്നു. അവരെ ഒഴിപ്പിച്ചാലും അവർക്ക് ഒരു റീഹാബിലിറ്റേഷനുള്ള സാഹചര്യവും ഒരുക്കി കൊടുക്കും അർഹത ഉള്ളവർക്ക്. മുമ്പ് നിർമ്മിക്കാൻ ലക്ഷ്യമിട്ടിരുന്ന ഫ്ലൈ ഓവറിന്റെ കാര്യത്തിൽ ഇടപെടൽ നടത്തുമെന്നും ജില്ലാ കളക്ടർ മൂന്നാറിൽ അറിയിച്ചു. മൂന്നാറിലെ അനധികൃത വഴിയോര വിൽപ്പനശാലകളുടെ കാര്യത്തിൽ ഇടപെടൽ നടത്തുന്നത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം ചില കോടതി നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു. ഈ സാഹചര്യത്തിൽ കൂടിയാണ് കളക്ടറുടെ പ്രതികരണം. മൂന്നാറിലെ ഫലപ്രദമായ മാലിന്യ സംസ്കരണത്തിന് വേണ്ടുന്ന പദ്ധതികളുമായി മുൻപോട്ടു പോവുകയാണെന്ന് കഴിഞ്ഞ ദിവസം ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയിരുന്നു. വനനിയമ ഭേദഗതി ബില്ലിലെ നിർദ്ദേശങ്ങൾ കർഷകർക്ക് നേരെയുള്ള കടന്നാക്രമണമെന്ന് ഇടുക്കി രൂപത. 1961 വനനിയമം പരിഷ്കരിക്കാനുള്ള നടപടികളിൽ ജനദ്രോഹപരമായ നിർദ്ദേശങ്ങളാണെന്നും ഇവയൊന്നും അംഗീകരിക്കാനാവില്ലെന്നും ഇടുക്കി രൂപത മീഡിയ കമ്മീഷൻ ഡയറക്ടർ ഫാദർ ജിൻസ് കാരക്കാട്ട് വ്യക്തമാക്കി. വനനിയമ ഭേദഗതി ബില്ലിലെ നിർദ്ദേശങ്ങൾ കർഷകർക്ക് നേരെയുള്ള കടന്നാക്രമണമാണ്. കർഷകർക്കെതിരായിട്ടുള്ള നിർദ്ദേശങ്ങൾ അംഗീകരിക്കാൻ സാധിക്കില്ല. വനപാലകർക്ക് വനത്തിനു പുറത്തും ജനങ്ങൾക്കുമേൽ കൂടുതൽ അധികാരം നൽകുന്നതിനാണ് ഈ ബില്ല് എന്ന കാര്യത്തിൽ സംശയമില്ലെന്നും ജനജീവിതം കൂടുതൽ ദുരിതത്തിലാകുമെന്നും ഫാദർ ജിൻസ് കാരക്കാട്ട പറഞ്ഞു. 1961 കേരള ഫോറസ്റ്റ് ആക്ട് പരിഷ്കരിക്കുന്നതിന്റെ ഭാഗമായി പുറത്തിറങ്ങിയ നിയമ ഭേദഗതി ബിൽ ജനദ്രോഹപരവും അംഗീകരിക്കാനാവാത്തതുമാണ്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് വനത്തിന് പുറത്തും ജനത്തിനു മേൽ അധിക സ്വാതന്ത്ര്യവും അധികാരവും പ്രയോഗിക്കാൻ നിർബന്ധിക്കുന്നതാണ് ഈ ഭേദഗതി ബിൽ. നിസ്സാര കാര്യങ്ങൾക്ക് മേൽ ജനത്തിന് മേൽ നടപടിയെടുക്കുന്നതിനും അറസ്റ്റ് ചെയ്യുന്നതിന് പോലുമുള്ള അധികാരം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് നൽകുന്ന ഈ ബില്ല് എത്രയും വേഗം പിൻവലിക്കേണ്ടതാണ്. യഥാർത്ഥത്തിൽ നിയമ ഭേദഗതി വരുത്തേണ്ടത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ ഉത്തരവാദിത്തങ്ങൾ കൂടുതൽ ഭംഗിയായി നിർവഹിക്കാൻ വേണ്ടിയിട്ടാണ്. വനത്തിനുള്ളിൽ വന്യമൃഗങ്ങളെ നിയന്ത്രിക്കുകയും വനം സംരക്ഷിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് വനപാലകരുടെ ഉത്തരവാദിത്വവും ദൗത്യവും. അത് നിർവഹിക്കാൻ വേണ്ടിയിട്ടുള്ള നിയമ ഭേദഗതിയാണ് അനിവാര്യമായിട്ടുള്ളത്. ഇടുക്കി ഉൾപ്പെടെയുള്ള മലയോര പ്രദേശത്ത് ഇന്ന് വന്യമൃഗങ്ങൾ ജനവാസ മേഖലകളിൽ അഴിഞ്ഞാടുന്ന സ്ഥിതിവിശേഷമാണുള്ളത്.
അത്തരം സാഹചര്യത്തിൽ വന്യമൃഗങ്ങളെ വനത്തിനുള്ളിൽ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ രൂപപ്പെടുത്തുന്നതിന് പകരം വനത്തിന് പുറത്ത് മനുഷ്യരെ നിയന്ത്രിക്കുന്ന രീതിയിലേക്ക് വനപാലകർക്ക് അധികാരം വെച്ചു മാറുന്ന ഈ നിയമ ഭേദഗതി ഒരിക്കലും അംഗീകരിക്കാനാവുന്നതല്ല. ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനങ്ങൾക്കും കർഷകരുടെ മേലുള്ള ഉദ്യോഗസ്ഥ തേർവാഴ്ചയ്ക്കും ഇടവരുത്തുന്ന പുതിയ നിയമ ഭേദഗതി ബില്ലിലെ നിർദ്ദേശങ്ങൾ പിൻവലിക്കണമെന്നും ഫാദർ ജിൻസ് കാരക്കാട്ട ആവശ്യപ്പെട്ടു. വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് അമിത അധികാരങ്ങൾ നൽകുന്ന കേരള ഫോറസ്റ്റ് ആക്ട് 1961 ഭേദഗതി പിൻവലിക്കണമെന്ന് കത്തോലിക്ക കോൺഗ്രസ് ഇടുക്കി രൂപതാ പ്രസിഡന്റ് ജോർജ് കോയിക്കൽ ആവശ്യപ്പെട്ടു. ഭേദഗതി നിർദ്ദേശങ്ങൾ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനങ്ങൾക്കും കർഷക വേട്ടയ്ക്കും ഇടവരുത്തുന്ന ഇത്തരം അമിത അധികാരങ്ങൾ ഉദ്യോഗസ്ഥർക്ക് നൽകുന്നത് ജനാധിപത്യ ഭരണക്രമത്തിന് ഭൂഷണമല്ല. ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തിയിട്ടുള്ള ഭേദഗതികൾ ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നില്ല എന്നത് വളരെ ഗൗരവമായി കണക്കിലെടുക്കേണ്ടതാണെന്നും സാധാരണക്കാരെ മാത്രമല്ല ജനപ്രതിനിധികളെ പോലും ആക്രമിക്കുകയും നിസ്സഹായരായ വനവാസികൾക്കെതിരെ കള്ളക്കേസുകൾ എടുക്കുകയും റോഡ് വികസനത്തിനും സഞ്ചാര സ്വാതന്ത്ര്യത്തിനുമെതിരെ നിൽക്കുകയും ചെയ്തിട്ടുള്ള ചരിത്രമാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ഉള്ളതെന്നും കത്തോലിക്ക കോൺഗ്രസ് ഇടുക്കി രൂപതാ സമിതി ആവശ്യപ്പെട്ടു. കാർഷിക മേഖലയിലെ, പ്രത്യേകിച്ച് മലയോര മേഖലയിലെ ജനങ്ങളുടെ നിലനിൽപ്പ് വളരെ അപകടത്തിലാണ്. ബഫർ സോൺ പ്രഖ്യാപനം, വനസംരക്ഷണ നിയമങ്ങൾ, ESA, EFL പ്രഖ്യാപനങ്ങൾ തുടങ്ങി ഒട്ടേറെ നിയമങ്ങളിലൂടെ ഈ മേഖലയിൽ കർഷകർക്ക് പിടിച്ചു നിൽക്കാനാവാത്ത ഒരു പരിസ്ഥിതിയാണ് നിലവിലുള്ളത്. അത്തരമൊരു സാഹചര്യത്തിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാർക്ക് ഇത്തരം അധികാരങ്ങൾ നൽകി അവരുടെ മേൽ കുതിര കയറാനായിട്ട് അഴിച്ചുവിടുമ്പോൾ ഈ മേഖലയിലെ ജനങ്ങൾക്ക് ഇവിടം വിട്ടൊഴിഞ്ഞു പോകേണ്ടി വരും എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് അതിശക്തമായ പ്രതിഷേധം ഈ മേഖലയിൽ ഉണ്ടാകണം. ജനങ്ങൾ ശക്തമായി പ്രതികരിക്കണം. ജനപ്രതിനിധികൾ ഇക്കാര്യത്തിൽ ജാഗ്രത പുലർത്തണം. ഇടുക്കി ജില്ലയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട MLA-മാർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ വേണ്ടത്ര ജാഗ്രത ഈ കാര്യത്തിൽ പുലർത്തുകയും ജനങ്ങളുടെ അവകാശം സംരക്ഷിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുകയും വേണം. അന്യായമായി കൃഷിദേഹണ്ഡങ്ങൾ വെട്ടിനശിപ്പിക്കുന്ന നിരവധി സംഭവങ്ങൾ കർഷകർ ചൂണ്ടിക്കാണിക്കുന്നു. വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഇംഗിതത്തിന് വഴങ്ങി നിയമസഭയിൽ ചർച്ച പോലും ചെയ്യാതെ ഇത്തരമൊരു ഭേദഗതി കൊണ്ടുവരുന്നത് കാർഷിക മേഖലയിൽ വലിയ പ്രതിഷേധങ്ങൾക്കും സമരപരമ്പരകൾക്കും ഇടവരുത്തും. ബഫർ സോൺ പ്രഖ്യാപനവും വനസംരക്ഷണ നിയമവും വന്യജീവി ആക്രമണവും മൂലം പൊറുതിമുട്ടിയ മലയോര നിവാസികൾക്കും കർഷകർക്കും ഈ നിയമപരിഷ്കരണം വലിയ ഭീഷണിയാണ് ഉയർത്തിയിരിക്കുന്നത്. സംശയത്തിന്റെയും തെറ്റിദ്ധാരണയുടെയും പേരിൽ മാത്രമല്ല വനംവകുപ്പിന്റെ കെടുകാര്യസ്ഥതയ്ക്കോ കൊള്ളയ്ക്കോ എതിരെ നിലപാടെടുക്കുന്നവരെയും പ്രതികരിക്കുന്നവരെയും ഒറ്റപ്പെടുത്തുന്നതിനും കള്ളക്കേസുകളിൽ കുടുക്കി നിശബ്ദനാക്കുന്നതിനും ഈ നിയമ ഭേദഗതികൾ ദുരുപയോഗിക്കും എന്നത് ജനപ്രതിനിധികളും പൊതുസമൂഹവും ഗൗരവപൂർവ്വം ചിന്തിക്കേണ്ട വിഷയമാണ്. ജനങ്ങളുടെ വ്യാപകമായ പ്രതിഷേധങ്ങൾ കണക്കിലെടുത്ത് സർക്കാർ അടിയന്തരമായി കരട് വിജ്ഞാപനം പിൻവലിച്ച് ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് കത്തോലിക്ക കോൺഗ്രസ് ഇടുക്കി രൂപതാ സമിതി ആവശ്യപ്പെട്ടു. കരിമ്പൻ രൂപതാ കാര്യാലയത്തിൽ ചേർന്ന കമ്മിറ്റിയിൽ കത്തോലിക്ക കോൺഗ്രസ് രൂപതാ പ്രസിഡന്റ് ജോർജ് കോയിക്കൽ അധ്യക്ഷനായിരുന്നു. രൂപതാ ഡയറക്ടർ ഫാദർ ജോസഫ് പാലക്കുടിയിൽ, രൂപതാ ജനറൽ സെക്രട്ടറി സിജോ ഇലന്തൂർ, ട്രഷറർ ജോസഫ് ചാണ്ടി തേവർപ്പറമ്പിൽ, ഗ്ലോബൽ സെക്രട്ടറി ജോർജ് കുട്ടി പുന്നക്കുഴിയിൽ, വൈസ് പ്രസിഡന്റ് ജോസ് തോമസ് ഒഴുകിയിൽ, ജോളി ജോൺ, അഗസ്റ്റിൻ പരത്തിനാൽ, ടോമി കണ്ടത്തിനാൽ, ഷാജി കുന്നുമുറം തുടങ്ങിയവർ സംസാരിച്ചു. വാത്തിക്കുടി പഞ്ചായത്തിലെ ദൈവമേട്ടിൽ അജ്ഞാത ജീവിയുടെ ആക്രമണത്തിൽ വളർത്തുമൃഗങ്ങൾക്ക് നാശം. വ്യാഴാഴ്ച രാത്രിയിൽ 4 ആടുകൾക്ക് നേരെയാണ് ആക്രമണമുണ്ടായത്. ഇതിൽ 3 ആടുകൾ ചത്തുപോവുകയും 1 ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. വാത്തിക്കുടി പഞ്ചായത്തിലെ ദൈവമേട് പുന്നമറ്റത്തിൽ സെബിന്റെ വീടിനോട് ചേർന്നുള്ള കൂട്ടിൽ കെട്ടിയിരുന്ന ആടുകളെയാണ് അജ്ഞാതജീവി ആക്രമിച്ചു കൊന്നത്. വ്യാഴാഴ്ച രാത്രിയാണ് സംഭവം. 3 ആടുകളെ കടിച്ചു കൊല്ലുകയും 1 ആക്രമിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിക്കുകയും ചെയ്തു. അജ്ഞാതജീവിയുടെ ആക്രമണത്തിൽ ആടുകൾ ചത്തതോടെ 1 ലക്ഷം രൂപയിലധികം നഷ്ടമുണ്ടായതായി ഉടമ സെബിൻ പറഞ്ഞു. രാവിലെ പശുവിനെ കറക്കാൻ വന്നപ്പോഴാണ് ഈ ആട് ഒരെണ്ണം കൂട്ടിനകത്ത് പരിക്കളോടെ കിടക്കുന്നതും ബാക്കി 3 ആടുകളെ തപ്പി നോക്കിയപ്പോൾ പറമ്പിക്കൂടെ വലിച്ച് ചത്തതായിട്ടാണ് കിടക്കുന്നതും. ഒരെണ്ണത്തിനെ എന്താണെന്ന് അറിയത്തില്ല, ഏതോ ജീവി വന്ന് അജ്ഞാത ജീവി വന്ന് വലിച്ച് കൊണ്ടുപോവുകയും ഒരെണ്ണത്തിനെ കണ്ടു കിട്ടിയിട്ടില്ല, തപ്പിയിട്ട് ഇതുവരെയായിട്ടും. എനിക്ക് ഏകദേശം ഒരു 1 ലക്ഷം രൂപ മുകളിലായിട്ട് എനിക്ക് നഷ്ടം വന്നിട്ടുണ്ട്. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് അയ്യപ്പൻകോവിൽ റേഞ്ചിലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണ കോർഡിനേഷൻ മെമ്പർ കെ ബുൾബേന്ദ്രനും സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഈ പ്രദേശത്ത് ഞാൻ വന്ന് പരിശോധിച്ചതിൽ നിന്നും മനസ്സിലായിരിക്കുന്നത് ഏതോ വന്യജീവിയുടെ ആക്രമണമാണ്, ഏതോ അജ്ഞാത ജീവിയുടെ ഒരു ആക്രമണമാണ്. കടുവയോ പുലിയൊന്നുമല്ല, വൈൽഡ് ഡോഗ് ആണോ എന്ന ഒരു സംശയത്തിലാണ് ഞാൻ എത്തിച്ചേർന്നിരിക്കുന്നത്. വൈൽഡ് ഡോഗ് ഇപ്പം നമ്മുടെ പ്രദേശത്തും അതുപോലെ മൂന്നാർ, ചിന്നക്കനാൽ മേഖലയിൽ നിന്ന് ഇങ്ങോട്ട് ഓരോ കോറിഡോർ വഴി അവർ ഭക്ഷണം കിട്ടാതെ വരുമ്പോൾ സഞ്ചരിച്ച് തുടങ്ങിയിട്ടുണ്ട്.
അപ്പോൾ വൈൽഡ് ഡോഗിൻ്റെ ഒരു അറ്റാക്കാണ് എന്ന ഒരു സംശയത്തിലാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ സമീപ പ്രദേശങ്ങളിൽ മറ്റു ചില വീടുകളിലും ഇത്തരത്തിൽ ആക്രമണം ഉണ്ടായതായി നാട്ടുകാർ പറയുന്നു. ജനങ്ങൾ വളരെ വലിയ ആശങ്കയിലാണ് ഇവിടെ. കാരണം ഇതുപോലെ പുറത്തിറങ്ങാൻ മേലാത്ത ഒരു വലിയ സാഹചര്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. നമ്മൾ ഇപ്പോൾ തന്നെ ഇവിടെ വരികയും ഫോറസ്റ്റിൻ്റെ ഉദ്യോഗസ്ഥർ ഇവിടെ വരികയും അതിൻ്റെ കാൽപ്പാടുകൾ പരിശോധിച്ചപ്പോൾ അത് കടുവയും പുലിയുമല്ല എന്നുള്ള രീതിയിലേക്ക് നിഗമനം എത്തിയിരിക്കുകയാണ്. പക്ഷേ അത് എന്താണ് എന്നുള്ള യാഥാർത്ഥ്യം ജനങ്ങൾ വളരെ ആശങ്കയോടുകൂടി ഉറ്റുനോക്കുന്ന ഈ സാഹചര്യത്തിൽ അതിനുള്ള ഒരു പ്രതിവിധി സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നമുക്കറിയാം, ഒരു വലിയ നഷ്ടമാണ് സെവിനിവിടെ സംഭവിച്ചിരിക്കുന്നത്. അതേസമയം നിരന്തരമുള്ള വന്യജീവി ആക്രമണങ്ങൾക്ക് പരിഹാരം കാണാൻ സർക്കാരിന്റെയും വനംവകുപ്പിന്റെയും അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. വണ്ടൻമേട് പഞ്ചായത്തിലെ കുപ്പക്കല്ല് പഴയ കൊച്ചറ റോഡ് നിർമ്മാണം പൂർത്തിയായപ്പോൾ നടപ്പുവഴി ഇല്ലാതായതോടെ വൃദ്ധ പെരുവഴിയിൽ. രാജാക്കണ്ടം കുപ്പക്കല്ല് മാമൂട്ടിൽ ഏലിയാമ്മ ജോസഫാണ് സ്വന്തം വീട്ടിലേക്ക് പോകാനാകാതെ വാടക വീട്ടിലും ബന്ധുക്കളുടെ ഭവനങ്ങളിലുമായി കഴിയുന്നത്. വിധവയും രോഗിയുമായ ഏലിയാമ്മ പതിറ്റാണ്ടുകളായി ഉപയോഗിച്ചു വന്നിരുന്ന നടപ്പുവഴിയാണ് കെട്ടിയടച്ചത്. 2022 റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച റോഡാണിത്. ഇവിടുത്തെ പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായപ്പോഴാണ് നടപ്പുവഴി ഇല്ലാതായത്. 60 വർഷമായിട്ട് ഞങ്ങൾ താമസിക്കുന്നതാണ്. സ്ഥലം വഴി തരാമെന്ന് പറഞ്ഞ് വഴി പണിതപ്പം വന്നു. അവർ പിന്നെ വഴി പണിയാമെന്ന് പറഞ്ഞ് ചോദിച്ചപ്പം വഴി ചെയ്ത് തന്നോളാമെന്ന് പറഞ്ഞു. പിന്നെ ഇപ്പം വഴിയൊന്നും ചെയ്തു തന്നില്ല. കുറേ വർഷമായിട്ട് എല്ലായിടത്തും പോയി കയറി ഇറങ്ങി വഴി പണിത് കിട്ടിയില്ല. നിർമ്മാണ വേളയിൽ പുതിയ നടപ്പുവഴി നിർമ്മിച്ചു നൽകാമെന്ന് വാർഡ് മെമ്പർ ഉറപ്പ് നൽകിയിരുന്നതായി ഏലിയാമ്മ പറയുന്നു. എന്നാൽ നടപടിയുണ്ടാകാതെ വന്നതോടെ മുഖ്യമന്ത്രി, മന്ത്രിമാർ, മറ്റു ഉദ്യോഗസ്ഥർ എന്നിവർക്ക് പരാതി നൽകിയെങ്കിലും ഫലമുണ്ടായില്ല. മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സെല്ലിൽ നൽകിയ പരാതിയെ തുടർന്ന് റീബിൽഡ് കേരളയുടെ ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിക്കുകയും വഴി നിർമ്മിച്ചു നൽകാമെന്ന് അറിയിക്കുകയും ചെയ്തു. പിന്നീട് ഇവരെ ബന്ധപ്പെട്ടപ്പോൾ വണ്ടൻമേട് പഞ്ചായത്തിനെ സമീപിക്കാൻ നിർദ്ദേശിച്ചു. എന്നാൽ ഫണ്ടില്ലെന്നാണ് പഞ്ചായത്തിന്റെ വാദം. 2 വർഷമായിട്ട് ഈ ഓഫീസുകൾ കയറി ഇറങ്ങി നടന്നുകൊണ്ടിരിക്കുകയാണ്. നാളിതുവരെ യാതൊരു പദ്ധതികളും ഒരു തീരുമാനവും ഉണ്ടായിട്ടില്ല. ഈ ചെല്ലുന്നിടത്തുനിന്നെല്ലാം കുറേ അധികം ആൾക്കാർ സംസാരിക്കാറുള്ളത് പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി, അവരാണ് ചെയ്യേണ്ടത്, റീബിൽഡ് പദ്ധതിയിൽ പെട്ടതല്ല എന്നൊക്കെ പറഞ്ഞ് അത് ഒഴിഞ്ഞു മാറുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനുശേഷം പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ടു ബഹുമാനപ്പെട്ട പഞ്ചായത്ത് സുരേഷ് മാനങ്കരി സഹിതം അവിടെ വന്ന് സ്ഥലം സന്ദർശിക്കുകയും ആയതിനു വേണ്ട കാര്യങ്ങൾ ചെയ്യാമെന്നൊക്കെ പറഞ്ഞുവെങ്കിലും ഒരു ഭാരിച്ച എമൗണ്ട് വരുന്നതുകൊണ്ട് പഞ്ചായത്തിന് താങ്ങാൻ പറ്റത്തില്ല എന്ന് പറയുകയും ചെയ്ത് ഇരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഇപ്പോൾ നിലവിലുണ്ട്. വീടും 50 സെന്റ് സ്ഥലവും സ്വന്തമായി ഉണ്ടെങ്കിലും ഇവിടേക്ക് പ്രവേശിക്കാൻ മാർഗമില്ല. പാലത്തിന്റെ അടിവശത്തുകൂടി ഒഴുകുന്ന തോടിന് കുറുകെ നാട്ടുകാർ നിർമ്മിച്ചു നൽകിയ താൽക്കാലിക തടിപ്പാലത്തിലൂടെ ഏറെ ബുദ്ധിമുട്ടിയാണ് വീട്ടിലെത്തുന്നത്. ഇതിനിടെ ചിലർ വീട്ടിലേക്ക് കയറുന്ന നടപ്പാത മുള്ളുവേലി ഉപയോഗിച്ച് കെട്ടിയടച്ചതായും ഏലിയാമ്മ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ ഏലിയാമ്മ ജോസഫ്, ഷാജി തത്തമ്പള്ളിൽ, ജിനു BM, ഗ്രേസി സാബു എന്നിവർ പങ്കെടുത്തു. കൊന്നത്തടി പഞ്ചായത്തിലെ മുള്ളരിക്കുടിയിൽ മോഷണം. പുതുപ്പള്ളിയിൽ ഷാജിയുടെ മലഞ്ചരക്ക് വ്യാപാര സ്ഥാപനത്തിൽ നിന്ന് 4 ചാക്ക് കുരുമുളകും പുതുപ്പള്ളിയിൽ ബിനോയിയുടെ ഓട്ടോറിക്ഷയുമാണ് വ്യാഴാഴ്ച രാത്രിയിൽ മോഷണം പോയത്. കൊന്നത്തടി പഞ്ചായത്തിലെ മുള്ളരിക്കുടിയിൽ വ്യാഴാഴ്ച രാത്രിയാണ് മോഷണം നടന്നത്. ടൗണിലുള്ള പുതുപ്പള്ളിയിൽ ഷാജിയുടെ മലഞ്ചരക്ക് കടയുടെ താഴെ തകർത്ത് അകത്ത് കയറിയ മോഷ്ടാക്കൾ ചാക്കിൽ സൂക്ഷിച്ചിരുന്ന 4 ചാക്ക് കുരുമുളക് മോഷ്ടിച്ചു. ടൗണിൽ നിന്നും 300 മീറ്റർ അകലെ മുള്ളരിക്കുടി പെരിച്ചാങ്കുട്ടി റോഡരികിൽ പാർക്ക് ചെയ്തിരുന്ന പുതുപ്പള്ളിയിൽ ബിനോയുടെ ഓട്ടോറിക്ഷയും മോഷണം പോയി. രാവിലെയാണ് മോഷണ വിവരം അറിയുന്നത്. എൻ്റെ ഓട്ടോറിക്ഷയാണ്. ഞാൻ വൈകുന്നേരം 7:30 ആയപ്പോൾ കൊണ്ടിട്ട വണ്ടിയാണ്. നേരം വെളുത്ത് വണ്ടി എടുക്കാൻ വന്നപ്പോൾ വണ്ടി അവിടെ കാണാനില്ല. അന്നേരം അന്വേഷിച്ച് വന്നപ്പോഴാണ് ഇവിടെ കടയിൽ കള്ളം കയറിയായിട്ടും മുളക് മോഷണം പോയായിട്ടും കാണുന്നത്. 30 വർഷമായിട്ട് കട നടത്തുന്നത്. ഇന്ന് രാവിലെ 7 മണിക്ക് കട തുറക്കാൻ വേണ്ടി വരുമ്പോഴാണ് മുളക് പോയത് കണ്ടത്. 4 ചാക്ക് മുളകാണ് മോഷണം പോയത്. പിന്നെ ഒരു ഓട്ടോറിക്ഷ, അനിയൻ്റെ ഒരു ഓട്ടോറിക്ഷ ഉണ്ടായിരുന്നു, അതും മോഷണം പോയിട്ടുണ്ട്. വെള്ളത്തൂർ പോലീസ് വന്നു, അന്വേഷണം എല്ലാം നടത്തി. അവർ പോയി, ബാക്കി അന്വേഷണങ്ങളൊക്കെ നടക്കുന്നു. വെള്ളത്തുവൽ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. കഴിഞ്ഞ 6 മാസക്കാലമായി കൊന്നത്തടി പഞ്ചായത്തിലെ പാറത്തോട്, മുനിയറ, മുള്ളരിക്കുടി പ്രദേശങ്ങളിലെ വീടുകളിലും സ്ഥാപനങ്ങളിലും കൃഷിയിടങ്ങളിലും മോഷണം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ രാത്രികാലങ്ങളിൽ പോലീസ് പെട്രോളിംഗ് ശക്തമാക്കണമെന്നും മോഷ്ടാക്കളെ എത്രയും വേഗം കണ്ടുപിടിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. മോഷണം പോയ പുതുപ്പള്ളിയിൽ ബിനോയുടെ ഓട്ടോറിക്ഷ എഴുകുംവയലിന് സമീപം ആശാരിപ്പടിയിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തി. കട്ടപ്പനയിലെ സംയുക്ത ക്രിസ്മസ് ആഘോഷം ഞായറാഴ്ച വൈകിട്ട് 5 മുതൽ കട്ടപ്പന CSI ഗാർഡനിൽ നടക്കും. CSI ഈസ്റ്റ് കേരള ഡയോസിസ് ബിഷപ്പ് റവറൽ VS ഫ്രാൻസിസ് തിരുമേനി ക്രിസ്മസ് സന്ദേശം നൽകും.
എക്യുമെനിക്കൽ ക്രിസ്ത്യൻ ഫെലോഷിപ്പ്, വിവിധ ക്രൈസ്തവ സഭകൾ, YMCA, ഹൈറേഞ്ച് കമ്മ്യൂണിക്കേഷൻ, പ്രസ് ക്ലബ്ബ് കട്ടപ്പന, റോട്ടറി ക്ലബ്ബ് ഓഫ് കട്ടപ്പന അപ് ഡൗൺ, റോട്ടറി ക്ലബ്ബ് ഓഫ് കട്ടപ്പന ഹെറിറ്റേജ്, ലയൺസ് ക്ലബ്ബ് ഓഫ് കട്ടപ്പന കാർഡമം വാലി, റോട്ടറി ക്ലബ്ബ് ഓഫ് കട്ടപ്പന, ലയൺസ് ക്ലബ്ബ് ഓഫ് കട്ടപ്പന, മർച്ചന്റ് യൂത്ത് വിംഗ് കട്ടപ്പന, ലയൺസ് ക്ലബ്ബ് ഓഫ് കട്ടപ്പന എലൈറ്റ്, ലയൺസ് ക്ലബ്ബ് ഓഫ് കട്ടപ്പന ഗ്രീൻ സിറ്റി എന്നിവരുടെ സംയുക്ത സഹകരണത്തോടെയാണ് ഈ വർഷത്തെ സംയുക്ത ക്രിസ്തുമസ് ആഘോഷം നടത്തുന്നത്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഏറ്റവും നല്ല രീതിയിൽ നിങ്ങളെല്ലാവരും വന്ന് സഹകരിക്കുകയും ഒത്തിരി പേര് ചാനൽ കൂടി കണ്ട് നല്ല അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുകയൊക്കെ ചെയ്തു. എല്ലാ ആൾക്കാരും കുടുംബസമേതം CSI ഗാർഡനിലേക്ക് എത്തി 5 മണിയാകുമ്പോൾ, നിങ്ങൾക്ക് 5:30 വരണ്ട, അല്ല 4:30 വരണ്ട, 5 മണിയാകുമ്പോൾ എല്ലാവരും സന്നിധരായി പ്രോഗ്രാം ഏറ്റവും വിജയിപ്പിക്കുവാനായിട്ടും നന്നായി നടക്കുവാനായിട്ടും നിങ്ങളെല്ലാവരുടെ സഹകരണവും പ്രാർത്ഥനയും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവർക്കും അഡ്വാൻസായിട്ട് ക്രിസ്മസിൻ്റെ മംഗളങ്ങളും നേരുന്നു. എക്യുമെനിക്കൽ ക്രിസ്ത്യൻ ഫെലോഷിപ്പ് ചെയർമാൻ റെവറൻ വർഗീസ് ജേക്കബ് കോർ എപ്പിസ്കോപ്പ അധ്യക്ഷത വഹിക്കും. YMCA ദേശീയ ട്രഷറർ റെജി ജോർജ് ഇടയാറന്മുള മുഖ്യ അതിഥിയായിരിക്കും. ഇത്തവണ 20 ടീമുകളാണ് കരോൾ ഗാനങ്ങൾ ആലപിക്കുന്നത്. പരിപാടിയിൽ പങ്കെടുക്കുന്നവർക്കും പ്രേക്ഷകർക്കും സമ്മാനങ്ങളുടെ പെരുമഴയാണ് സംഘാടകർ ഒരുക്കിയിരിക്കുന്നത്. റെവറൻ ഡോക്ടർ ബിനോയ് P. ജേക്കബ്, ഫാദർ ജിതിൻ വർഗീസ്, ഫാദർ ഷിജു വട്ടംപുറത്ത്, എക്യുമെനിക്കൽ ക്രിസ്ത്യൻ ഫെലോഷിപ്പ് ജനറൽ കൺവീനർ ജോർജ് ജേക്കബ്, YMCA പ്രസിഡന്റ് രജിത് ജോർജ്, HCN MD ജോർജി മാത്യു, റോട്ടറി ക്ലബ്ബ് ഓഫ് കട്ടപ്പന അപ് ഡൗൺ പ്രസിഡന്റ് മനോജ് അഗസ്റ്റിൻ, റോട്ടറി ക്ലബ്ബ് ഓഫ് കട്ടപ്പന പ്രസിഡന്റ് ബൈജു എബ്രഹാം, ലയൺസ് ക്ലബ്ബ് ഓഫ് കട്ടപ്പന പ്രസിഡന്റ് സെൻസ് കുര്യൻ, ലയൺസ് ക്ലബ്ബ് ഓഫ് കട്ടപ്പന കാർഡമം വാലി പ്രസിഡന്റ് PM ഫ്രാൻസിസ്, KJ ജോസഫ്, രാജീവ് ജോർജ് എന്നിവർ നേതൃത്വം നൽകും. രോഗങ്ങളുടെയും ദുരിതങ്ങളുടെയും നീരാളിപ്പിടുത്തത്തിൽ നിന്ന് മോചനം ലഭിക്കാൻ ഒരു കുടുംബം സഹായം തേടുന്നു. പൂപ്പാറ മുള്ളൽനണ്ട് കൊച്ചിക്കാട്ടിൽ ചെല്ലപ്പനും ഭാര്യ പുഷ്പയുമാണ് ദൈനംദിന ചെലവുകൾക്കായി സുമനസ്സുകളുടെ സഹായം തേടുന്നത്. കൂലിപ്പണിക്കാരനായ ചെല്ലപ്പൻ 8 വർഷം മുമ്പ് തെങ്ങിൽ നിന്ന് വീണ് പരിക്കേറ്റ് കിടപ്പിലായി. നാളുകൾ നീണ്ട ചികിത്സയ്ക്കൊടുവിൽ ഇടതുകാലിൻ്റെയും ഇടതുകൈയുടെയും ചലനശേഷി ഭാഗികമായി തിരിച്ചു കിട്ടിയെങ്കിലും ജോലിക്ക് പോകാനാകില്ല. പുഷ്പ കൂലിപ്പണി ചെയ്താണ് കുടുംബം പുലർത്തിയിരുന്നത്. 1 മാസം മുമ്പ് പുഷ്പയും തളർന്നു കിടപ്പിലായി. പണമില്ലാത്തതിനാൽ ആശുപത്രിയിൽ പോകാതെ വീട്ടിൽ കഴിഞ്ഞുകൂടിയ ഇവരെ പൊതുപ്രവർത്തകർ ഇടപെട്ട് ആദ്യം രാജകുമാരി ഗവൺമെന്റ് ആശുപത്രിയിലും പിന്നീട് തേനി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചു. രാജകുമാരി ഗ്രാമപഞ്ചായത്തിലെ 7-ാം വാർഡ് പുതയൽപ്പാറയിൽ താമസക്കാരനാണ് ഈ ചെല്ലപ്പനും ഭാര്യ പുഷ്പയും. ചെല്ലപ്പൻ തെങ്ങിൽ നിന്ന് വീണ് പരിക്ക് പറ്റി ഹോസ്പിറ്റലിലായിരുന്നു. നടക്കാൻ പോലും സാധിക്കില്ലാതിരുന്നൊരു അവസ്ഥയിലാണ് ഇപ്പോൾ പുഷ്പ രോഗിയായി മാറിയത്. പുഷ്പയ്ക്ക് വലിയൊരു ഓപ്പറേഷൻ നടത്തേണ്ടി വന്നു. മധുര മെഡിക്കൽ കോളേജിൽ പോകാൻ പൈസ ഇല്ലാതിരുന്നപ്പോൾ നമ്മുടെ നാട്ടുകാരാണ് സഹായിച്ചതും. അവരെ 108 ആംബുലൻസ് വിളിച്ചാണ് ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർ പറഞ്ഞു വിട്ടത്. അതനുസരിച്ച് ഹോസ്പിറ്റലിൽ പോയി ഓപ്പറേഷൻ കഴിഞ്ഞ് വന്നിരിക്കുകയാണ്. ആ കുടുംബത്തിന് യാതൊരുവിധ ധനസഹായങ്ങളും ഇല്ല. മക്കളാണെങ്കിലും ഇല്ല, ആൺമക്കളാരും ഇല്ല സഹായിക്കാൻ. ഒരു മോള് മാത്രമേ ഉള്ളൂ. ഒരു മോള് മരണപ്പെട്ടതാണ് നേരത്തെ. അപ്പോൾ ഈ മോള് മാത്രമേ ഉള്ളൂ. അത് മോളെ കല്യാണം കഴിച്ചു വിട്ടിരിക്കുന്നതുമാണ്. അതുകൊണ്ട് ആ കുടുംബത്തിന് വേറെ ആരും ഒരു സഹായം ചെയ്യാനില്ല. അതുകൊണ്ട് നമ്മൾ സുമനസ്സുള്ള ആൾക്കാർ അവരെ സഹായിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. തേനിയിൽ നിന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി മധുര ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. പരിശോധനയിൽ കഴുത്തിലെ അസ്ഥി തേയുകയും രക്തം കട്ടപിടിക്കുന്നതുമായ അപൂർവ രോഗമാണെന്ന് തെളിഞ്ഞു. ഇടുപ്പിലെ അസ്ഥി ശസ്ത്രക്രിയയിലൂടെ കഴുത്തിൽ വെച്ചുപിടിപ്പിക്കണമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചു. നാട്ടുകാർ പണം പിരിച്ച് ശസ്ത്രക്രിയ നടത്തി. 2 ആഴ്ച മുമ്പാണ് പുഷ്പയെ വീട്ടിലെത്തിച്ചത്. ചലനശേഷി പൂർണ്ണമായി നഷ്ടപ്പെട്ടു. ട്യൂബ് വഴിയാണ് ഭക്ഷണം നൽകുന്നത്. തുടർ ചികിത്സയ്ക്ക് വൻതുക ചിലവാകും. നിലവിൽ ദൈനംദിന ചെലവുകൾക്ക് പോലും പണമില്ലാതെ വലയുകയാണ് ഈ കുടുംബം. ഇനി 5 ദിവസം നേരെ വരാൻ വേണ്ടി ഇപ്പോൾ ഡോക്ടർ വന്നാലേ ട്യൂബൊക്കെ നോക്കുകയുള്ളൂ, പിന്നെ സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. എൻ്റെ കുറച്ച് ഒന്നും എടുക്കാനില്ല. എൻ്റെ ആകുമ്പോൾ ഇനിയിപ്പോൾ അത്രയ്ക്ക് 10 രൂപ എൻ്റെ എടുക്കാനില്ല. അത്രയ്ക്കായിപ്പോയി. ഇനി ആരുടെയും ഒത്തിരിയും കെഞ്ചി, ഇനി ആരുടെയും കെഞ്ചി ഇപ്പോൾ ഈ അമ്പലത്തിൽ തന്നെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അത്രയും ഇതായിപ്പോയി. ഒരു രക്ഷയില്ല. മൂത്ത മകൾ ദിവ്യ വിവാഹിതയാണ്. ഇളയ മകൾ വിദ്യ 2 വർഷം മുമ്പ് തൃപ്പൂണിത്തറയിൽ ജോലിക്ക് പോകുന്നതിനിടെ ട്രെയിൻ തട്ടി മരിച്ചു. ചികിത്സാ സഹായം സ്വീകരിക്കാൻ പുഷ്പയുടെ പേരിൽ യൂണിയൻ ബാങ്ക് പൂപ്പാറ ശാഖയിൽ അക്കൗണ്ട് തുറന്നിട്ടുണ്ട്. നെരിയമ്പാറ പുതിയകാവ് ദേവി ക്ഷേത്രത്തിൽ ഭണ്ഡാര പൊങ്കാല അർപ്പിച്ച് ഭക്തർ. പ്രതികൂല കാലാവസ്ഥയെ തുടർന്നാണ് ചടങ്ങ് ക്ഷേത്രത്തിനുള്ളിൽ സംഘടിപ്പിച്ചത്. ഭക്തർ അർപ്പിച്ച ദ്രവ്യങ്ങൾ കൊണ്ടാണ് ഭണ്ഡാര പൊങ്കാല നടന്നത്. ക്ഷേത്ര മേൽശാന്തി കൃഷ്ണൻ എമ്പ്രാന്തിരി നേതൃത്വം നൽകി.
നരിയൻപാറ ക്ഷേത്രത്തിൽ 23 വർഷമായി നടത്തിവരാറുള്ള പൊങ്കാല മഹോത്സവം ഈ വർഷവും നടന്നു. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് ഭക്തർ കൊണ്ടുവന്ന ദ്രവ്യങ്ങൾ ഉപയോഗിച്ച് ഭണ്ഡാര പൊങ്കാലയിട്ടാണ് ഈ വർഷത്തെ പൊങ്കാല മഹോത്സവം നടന്നത്. വെള്ളിയാഴ്ച രാവിലെ 6:30 അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടെ പൊങ്കാല ചടങ്ങുകൾ ആരംഭിച്ചു. അമ്മ ശരണം ദേവി ശരണം. നമ്മുടെ പുതിയകാവ് ദേവീക്ഷേത്രത്തിലെ ഈ വർഷത്തെ പൊങ്കാല കാലാവസ്ഥാ വ്യതിയാനം മൂലം ഭണ്ഡാര പൊങ്കാല ആയിട്ട് ക്ഷേത്ര സന്നിധിയിലാണ് നടത്തപ്പെടാൻ സാധിച്ചത്. നൂറുകണക്കിന് ഭക്തജനങ്ങളാണ് രാവിലെ മുതൽ പൊങ്കാല ഇടുന്നതിന് വേണ്ടി ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേർന്നത്. പക്ഷേ നമ്മുടെ കാലാവസ്ഥ പ്രതികൂലമായതിനാലാണ് നമുക്ക് ഒരു ഭണ്ഡാര പൊങ്കാല മാത്രമായിട്ട് ക്ഷേത്രത്തിൽ ചുരുങ്ങിയത്. വെള്ളിയാഴ്ച രാവിലെ 9:30 ക്ഷേത്രം മേൽശാന്തി കൃഷ്ണൻ എമ്പ്രാന്തിരി ഭണ്ഡാര അടുപ്പിലേക്ക് തീ പകരിക്കുകയും തുടർന്ന് പൊങ്കാല ദ്രവ്യങ്ങൾ ഉപയോഗിച്ച് പൊങ്കാലയിടുകയും ചെയ്തു. ക്ഷിപ്രപ്രസാദിനിയും അഭീഷ്ടവരദായിനിയുമായ പുതിയകാവിലമ്മയുടെ തിരുസന്നിധിയിൽ പൊങ്കാല അർപ്പിക്കുന്നത് ഭാഗ്യമായി കരുതിയാണ് പൊങ്കാല അർപ്പിച്ചത്. പൊങ്കാലയിടാനും ഇതിന് സാക്ഷിയാകാനും നൂറുകണക്കിന് ഭക്തർ ക്ഷേത്രത്തിലെത്തി. ക്ഷേത്രത്തിലെത്തിയ മുഴുവൻ ഭക്തർക്കും അന്നദാനവും നടന്നു. ക്ഷേത്രം വൈസ് ചെയർമാൻ സുരേഷ് കുഴിക്കാട്ട്, രാജേഷ് നാരായണൻ, ബാബു കല്ലൂരാത്ത്, ജയകുമാർ, സുഭാഷ് എന്നിവർ നേതൃത്വം നൽകി. മുരിക്കാശ്ശേരി പോലീസിന് നേരെ മദ്യപ സംഘത്തിന്റെ ആക്രമണം. സ്റ്റേഷൻ SHOയ്ക്കും SIക്കും 2 പോലീസുകാർക്കും ആക്രമണത്തിൽ പരിക്കേറ്റു. ഇവർ മുരിക്കാശ്ശേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. വ്യാഴാഴ്ച രാത്രി പോലീസ് പെട്രോളിംഗിനിടെയാണ് സംഭവം. ചെമ്പകപ്പാറ കുറിസിറ്റി വെയിറ്റിംഗ് ഷെഡിലിരുന്ന് മദ്യപിക്കുകയായിരുന്നു പ്രതികൾ. പൊതുസ്ഥലത്ത് മദ്യപിച്ചതിന് കേസെടുത്ത് പോലീസ് വാഹനത്തിൽ കയറ്റുന്നതിനിടെയാണ് പോലീസിന് നേരെ പ്രതികളുടെ ആക്രമണമുണ്ടായത്. മുരിക്കാശ്ശേരി പോലീസ് SHO KM സന്തോഷ് കുമാർ, SI മധുസൂദനൻ, SCPO രതീഷ്, CPO എൽദോസ് എന്നിവർക്കാണ് ആക്രമണത്തിൽ പരിക്കേറ്റത്. പോലീസിനെ ആക്രമിച്ച പെരുന്തൊട്ടി സ്വദേശികളായ പുത്തൻപുരിക്കൽ സുമേഷ്, സഹോദരൻ സുനീഷ്, പള്ളിപ്പറമ്പിൽ ജിജോ എന്നിവരെ കസ്റ്റഡിയിലെടുത്ത് തെളിവെടുപ്പിന് ശേഷം കോടതിയിൽ ഹാജരാക്കി. ഇവരെ റിമാൻഡ് ചെയ്തു. മാങ്കുളം കുടുംബാരോഗ്യ കേന്ദ്രം ഇ-ഹെൽത്ത് സംവിധാനത്തിലേക്ക് മാറുന്നു. ഇ-ഹെൽത്ത് സംവിധാനം നിലവിൽ വന്നതോടെ ആശുപത്രിയിലെത്തുന്ന രോഗികളുടെ ആരോഗ്യ വിവരങ്ങൾ ഓൺലൈനായി സൂക്ഷിക്കാൻ സാധിക്കും. തുടർന്ന് കാർഡിലെ ബാർകോഡ് സ്കാൻ ചെയ്താൽ ഡോക്ടർക്ക് വിവരങ്ങൾ ലഭ്യമാക്കുന്നതിനും ചികിത്സ കൂടുതൽ കാര്യക്ഷമമാക്കുവാനും സാധിക്കും. ദിവസേന നിരവധി ആളുകളാണ് മാങ്കുളം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടിയെത്തുന്നത്. ആദിവാസി തോട്ടം മേഖലകളിൽ നിന്നായി ദിവസേന നിരവധി ആളുകളാണ് മാങ്കുളം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടിയെത്തുന്നത്. ഇവർക്ക് കൂടുതൽ മെച്ചപ്പെട്ട ചികിത്സ ലഭ്യമാക്കാൻ ലക്ഷ്യമിട്ടാണ് ഇ-ഹെൽത്ത് സംവിധാനം നടപ്പിലാക്കുന്നത്. ആദ്യഘട്ടമായി ഏകീകൃത ആരോഗ്യ തിരിച്ചറിയൽ കാർഡിന്റെ വിതരണോദ്ഘാടനം അഡ്വക്കേറ്റ് എ രാജ MLA നിർവഹിച്ചു. മാങ്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ ആനന്ദൻ ചടങ്ങിൽ അധ്യക്ഷയായിരുന്നു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മനോജ് കുര്യൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീല രാധാകൃഷ്ണൻ, പഞ്ചായത്ത് അംഗങ്ങളായ സുധാകരൻ AK, വിനീത സജീവൻ, സവിത റോയി, കുടുംബശ്രീ ചെയർപേഴ്സൺ ബിന്ദു ജനാർദ്ദനൻ, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അർജുൻ സാബു എന്നിവർ സംസാരിച്ചു. ഇ-ഹെൽത്ത് സംവിധാനം നിലവിൽ വരുന്നതോടെ ആശുപത്രിയിലെത്തുന്ന രോഗികളുടെ ആരോഗ്യ വിവരങ്ങൾ ഓൺലൈനായി സൂക്ഷിക്കാൻ സാധിക്കും. ഈ കാർഡിലെ ബാർകോഡ് സ്കാൻ ചെയ്താൽ ഡോക്ടർക്ക് എളുപ്പത്തിൽ വിവരങ്ങൾ ലഭ്യമാക്കാനും ചികിത്സ കൂടുതൽ കാര്യക്ഷമമാക്കാനും സാധിക്കും. AITUCയുടെ നേതൃത്വത്തിൽ നടത്തിവരുന്ന ദേശീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായുള്ള തെക്കൻ മേഖലാ പ്രക്ഷോഭയാത്രയ്ക്ക് വണ്ടിപ്പെരിയാറിൽ സമാപനമായി. എറണാകുളത്ത് നിന്ന് ആരംഭിച്ച ജാഥ മൂന്നാർ, തൊടുപുഴ, നെടുങ്കണ്ടം എന്നിവിടങ്ങളിലെ പര്യടനങ്ങൾക്ക് ശേഷമാണ് വണ്ടിപ്പെരിയാറിൽ സമാപനമായത്. സമാപന സമ്മേളനം ജാഥ ക്യാപ്റ്റൻ AITUC സംസ്ഥാന ജനറൽ സെക്രട്ടറി KP രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാരിന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായ തൊഴിലാളികളുടെ ശമ്പളം 700 രൂപയെന്നത് നടപ്പിലാക്കണമെന്ന് KP രാജേന്ദ്രൻ ആവശ്യപ്പെട്ടു. തൊഴിൽ സംരക്ഷണത്തിന് പോരാട്ടത്തിലൂടെ മുൻപോട്ട് എന്ന മുദ്രാവാക്യമുയർത്തിയാണ് പ്രക്ഷോഭജാഥ നടക്കുന്നത്. തൊഴിൽ അവകാശ സംരക്ഷണം ഉറപ്പുവരുത്തുക, പൂട്ടിക്കിടക്കുന്ന തോട്ടങ്ങൾ തുറക്കാൻ നടപടി സ്വീകരിക്കുക, തോട്ടം മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കുക, പുതിയ പ്ലാന്റേഷൻ നയം ഉടൻ നടപ്പിലാക്കുക, ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുക, സാമൂഹിക സുരക്ഷാ പദ്ധതി നടപ്പിലാക്കുക, ESA ആനുകൂല്യങ്ങൾ തോട്ടം മേഖലയ്ക്ക് ലഭ്യമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് AITUCയുടെ നേതൃത്വത്തിൽ 2 പ്രക്ഷോഭജാഥകളാണ് സംസ്ഥാനത്തുടനീളം പര്യടനം നടത്തുന്നത്. ഇതിൽ AITUC സംസ്ഥാന ജനറൽ സെക്രട്ടറി KP രാജേന്ദ്രനും സംസ്ഥാന പ്രസിഡന്റ് TJ ആഞ്ചലോസും ജാഥ ക്യാപ്റ്റന്മാരായും CP മുരളി വൈസ് ക്യാപ്റ്റനായും അഡ്വക്കേറ്റ് R സജിലാൽ ഡയറക്ടറുമായുള്ള തെക്കൻ മേഖലാ പ്രക്ഷോഭജാഥ എറണാകുളത്തു നിന്നാണ് ആരംഭിച്ചത്. AITUC ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് ബിനോയ് വിശ്വം ജാഥ ഉദ്ഘാടനം ചെയ്തു. മൂന്നാർ, തൊടുപുഴ, നെടുങ്കണ്ടം എന്നിവിടങ്ങളിലെ പര്യടനങ്ങൾക്ക് ശേഷമാണ് വണ്ടിപ്പെരിയാറിൽ സമാപിച്ചത്. പ്രക്ഷോഭജാഥയുടെ സമാപന സമ്മേളനത്തിൽ വാഴൂർ സോമൻ MLA അധ്യക്ഷനായിരുന്നു. HEL യൂണിയൻ AITUC ജനറൽ സെക്രട്ടറി M ആന്റണി സ്വാഗതം ആശംസിച്ചു. ജാഥ ക്യാപ്റ്റൻ KP രാജേന്ദ്രൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു.
സംസ്ഥാന സർക്കാരിന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായ തൊഴിലാളികൾക്ക് 700 രൂപ ശമ്പളം എന്നത് നടപ്പിലാക്കണമെന്ന് KP രാജേന്ദ്രൻ പറഞ്ഞു. സംസ്ഥാന നേതാക്കന്മാർക്കൊപ്പം പ്രാദേശിക നേതാക്കന്മാരായ ജോസ് ഫിലിപ്പ്, ES ബിജിമോൾ, VK ബാബുക്കുട്ടി, R വിനോദ്, മറ്റു നേതാക്കൾ തുടങ്ങിയവരും സമാപന സമ്മേളനത്തിൽ സംസാരിച്ചു. CPI AITUC മുൻനിർത്തി സംസ്ഥാന സർക്കാരിനെതിരെയാണ് പ്രക്ഷോഭം നടത്തുന്നതെന്ന പ്രചാരണം തെറ്റാണെന്നും നേതാക്കൾ പറഞ്ഞു. തുടർന്ന് ജാഥ ക്യാപ്റ്റൻ KP രാജേന്ദ്രന് പ്രവർത്തകർ സ്വീകരണം നൽകി. നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. കട്ടപ്പന നഗരസഭാ പരിധിയിലെ മൂന്നാമത്തെ കെ സ്റ്റോർ പ്രവർത്തനം ആരംഭിച്ചു. പാറക്കടവിലെ 88-ാം നമ്പർ റേഷൻ കടയാണ് കെ സ്റ്റോറായി ഉയർത്തിയത്. റേഷനിംഗ് ഇൻസ്പെക്ടർ PN മനോജ് കടയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. നിലവിലുള്ള റേഷൻ കടകളിലെ പശ്ചാത്തല സൗകര്യം വികസിപ്പിച്ച് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കൂടുതൽ സേവനങ്ങളും ഉൽപ്പന്നങ്ങളും പൊതുവിതരണ ശൃംഖലയിലൂടെ ലഭ്യമാക്കുക എന്നതാണ് കെ സ്റ്റോർ പദ്ധതിയിലൂടെ ഉദ്ദേശിക്കുന്നത്. ഭക്ഷ്യവസ്തുക്കൾക്ക് പുറമെ മിതമായ നിരക്കിൽ 5 കിലോഗ്രാം തൂക്കമുള്ള പാചകവാതക കണക്ഷൻ, ശബരി, മിൽമ ഉൽപ്പന്നങ്ങൾ എന്നിവ കെ സ്റ്റോറുകളിൽ ലഭിക്കും. 10,000 രൂപ വരെ ഇടപാട് നടത്താൻ കഴിയുന്ന മിനി ബാങ്കിംഗ് സംവിധാനം, ഇലക്ട്രിസിറ്റി ബിൽ, വാട്ടർ ബിൽ ഉൾപ്പെടെയുള്ള യൂട്ടിലിറ്റി പേയ്മെന്റുകൾ തുടങ്ങിയവ ഭാവി പദ്ധതികളാണ്. പാറക്കടവിൽ PB സുരേഷിന്റെ 32 വർഷമായി പ്രവർത്തിച്ചു വരുന്ന റേഷൻ കടയാണ് കെ സ്റ്റോറായി ഉയർത്തിയിരിക്കുന്നത്. റേഷനിംഗ് ഇൻസ്പെക്ടർ PN മനോജ് കടയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കെ സ്റ്റോർ എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ സ്വന്തം സ്റ്റോർ. റേഷൻ കടകൾ വഴി പലവ്യഞ്ജന സാധനങ്ങൾ വിൽപ്പന നടത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് കേരള ഗവൺമെൻറ് 100 ദിന കർമ്മദിന പരിപാടിയിൽ ഉൾപ്പെടുത്തി റേഷൻ കടകൾ വഴി ഇത് അനുവദിച്ചിരിക്കുന്നത്. ഇതിൽ സെലക്ടഡ് ഏരിയകൾക്കാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഗ്രാമപ്രദേശങ്ങളിലും ഉള്ള ആളുകൾക്ക് റേഷൻ മേടിക്കാൻ വരുമ്പോൾ അവർക്ക് പലവ്യഞ്ജന സാധനങ്ങൾ കൂടി റേഷൻ കടകൾ വഴി വിൽപ്പന നടത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇത് തുടങ്ങിയിരിക്കുന്നത്. ഉദ്ഘാടന യോഗത്തിൽ റേഷൻ വ്യാപാരികളായ ജിജോ മാത്യു, A അഗസ്റ്റി, പ്രദീപ് മുകളിൽ, മറ്റു കച്ചവടക്കാർ, പ്രദേശവാസികൾ തുടങ്ങിയവർ പങ്കെടുത്തു. മൂന്നാറിൽ വീണ്ടും പടയപ്പയുടെ ആക്രമണം. വ്യാഴാഴ്ച രാത്രി ഷൂട്ടിംഗ് കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന വാഹന നിരക്കിടയിലേക്കാണ് പടയപ്പ പാഞ്ഞെത്തിയത്. സൈലന്റ് വാലി റോഡിൽ കുറ്റ്യാർ വാലിക്ക് സമീപമായിരുന്നു സംഭവം. വാഹനത്തിലുണ്ടായിരുന്നവർ ഓടി രക്ഷപ്പെട്ടതിനാൽ കൂടുതൽ അപകടം ഒഴിവായി. വ്യാഴാഴ്ച രാത്രി 7:30യോടെയായിരുന്നു മൂന്നാറിൽ പടയപ്പയുടെ ആക്രമണമുണ്ടായത്. ഷൂട്ടിംഗ് കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന വാഹനങ്ങൾക്കിടയിലേക്ക് പടയപ്പ പാഞ്ഞെത്തുകയായിരുന്നു. ആനയുടെ പരാക്രമത്തിൽ 2 കാറുകൾക്കും 1 ബൈക്കിനും കേടുപാടുകൾ സംഭവിച്ചു. സൈലന്റ് വാലിയിൽ നടക്കുന്ന സീരിയൽ ഷൂട്ടിംഗ് കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന 20-ലധികം വാഹനങ്ങൾക്കിടയിലേക്കാണ് കാട്ടാന പാഞ്ഞെത്തിയത്. സൈലന്റ് വാലി റോഡിൽ കുറ്റിയാർ വാലിക്ക് സമീപമായിരുന്നു സംഭവം. വാഹനത്തിലുണ്ടായിരുന്നവർ ഓടി രക്ഷപ്പെട്ടതിനാൽ കൂടുതൽ അപകടം ഒഴിവായി. സൈഡിലോട്ട് മാറി നിന്നാൽ മതി, സെൻറ്ററിൽ കൂടെ പോയിക്കോളെന്ന് പറഞ്ഞു. ഞാൻ ഫോറസ്റ്റ് അവിടെ നിന്ന് ഇങ്ങനെ കറക്റ്റ് ലൈറ്റ് അടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ ഇത് സൈഡിലോട്ട് പോകുന്നില്ല. ഇത് കറക്റ്റ് നടുവിൽ കൂടെ തന്നെ വന്നിട്ട് ഫസ്റ്റ് കൊമ്പ് എൻ്റെ മിററിന് തട്ടി വണ്ടി മറിച്ചിടാൻ നോക്കിയപ്പോൾ വണ്ടി ഒന്ന് ഷെയ്ക്കായതിന് ശേഷം പിന്നെ എന്താക്കി കുറേ പേര് ഇത് ഓൾറെഡി പാസഞ്ചർമാരുണ്ടായിരുന്നു. ഓരോ ഇറക്കി ഒരാൾക്ക് കാലിന് സുഖമില്ലാത്ത അപ്പോൾ ഓരോ കൂടെ പോയി ബേക്കോട്ട് പോയി കുറച്ച് പ്രദേശത്ത് പോയപ്പോൾ നമ്മൾ തെറ്റില്ല. അപ്പോൾ വണ്ടീനെ ഓർഡർ ഇറങ്ങാൻ പറഞ്ഞിട്ട് നമ്മൾ കുറേ മുന്നോട്ട് ഓടി. ആ സമയത്ത് ചെയ്തതാണ് ഈ ബാക്കിലും ഫ്രണ്ടിലും കാര്യങ്ങളൊക്കെ. സംഭവത്തെ തുടർന്ന് വനംവകുപ്പ് RRT ഡെപ്യൂട്ടി റേഞ്ചറുടെ നേതൃത്വത്തിലുള്ള വനപാലക സംഘം സ്ഥലത്തെത്തി പടയപ്പയെ കാട്ടിലേക്ക് തുരത്തി. സമീപകാലമായി പടയപ്പ അക്രമാസക്തനാകുന്നത് ആളുകളിൽ ആശങ്ക വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടത്താൻ നിശ്ചയിച്ചിരുന്ന അടിമാലി ഫെസ്റ്റ് മാറ്റിവെച്ചു. ഈ മാസം 25 മുതൽ 31 വരെ അടിമാലി സർക്കാർ ഹൈസ്കൂൾ മൈതാനിയിൽ ഫെസ്റ്റ് നടത്താനായിരുന്നു തീരുമാനം. എന്നാൽ 28-ന് സ്കൂളിൽ PSC പരീക്ഷ നടക്കുന്നതിനാലാണ് ഫെസ്റ്റ് മാറ്റിവെക്കേണ്ട സാഹചര്യമുണ്ടായിട്ടുള്ളതെന്നാണ് ഗ്രാമപഞ്ചായത്ത് അധികൃതരുടെ വിശദീകരണം. മുൻകാലങ്ങളിൽ നടന്നിരുന്ന അടിമാലി ഫെസ്റ്റ് അടിമാലിയുടെ വാണിജ്യ മേഖലകൾക്കുൾപ്പെടെ ഉണർവ് പകർന്നിരുന്നു. വർഷങ്ങൾക്കിപ്പുറം അടിമാലി ഫെസ്റ്റ് നടത്തുമെന്ന പ്രഖ്യാപനത്തെ ഏറെ പ്രതീക്ഷയോടെയാണ് ജനം കാത്തിരുന്നത്. ഈ മാസം 25 മുതൽ 31 വരെ അടിമാലി സർക്കാർ ഹൈസ്കൂൾ മൈതാനിയിൽ ഫെസ്റ്റ് നടത്താനായിരുന്നു തീരുമാനം. ഈ ഫെസ്റ്റാണിപ്പോൾ മാറ്റിവെച്ചിട്ടുള്ളത്. ഫെസ്റ്റ് നടത്താൻ പ്രധാന വേദിയായി നിശ്ചയിച്ചിരുന്ന അടിമാലി സർക്കാർ ഹൈസ്കൂളിൽ 28-ന് PSC പരീക്ഷ നടക്കുന്നതിനാലാണ് ഫെസ്റ്റ് മാറ്റിവെക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുള്ളതെന്ന് ഗ്രാമപഞ്ചായത്ത് അധികൃതർ വിശദീകരിച്ചു. വിൽപ്പന, പ്രദർശന സ്റ്റാളുകൾ ഉൾപ്പെടെ ഒരുക്കി കലാപരിപാടികളോടെ വിപുലമായ രീതിയിൽ ഫെസ്റ്റ് നടത്താനായിരുന്നു മുൻപ് തീരുമാനം കൈക്കൊണ്ടിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട യോഗങ്ങൾ നടക്കുകയും ചെയ്തിരുന്നു. 1992-ലാണ് വിവിധ സാംസ്കാരിക സംഘടനകൾ മുൻകൈയെടുത്ത് അടിമാലി ഫെസ്റ്റിന് തുടക്കം കുറിച്ചത്. 2016-ലാണ് ഫെസ്റ്റ് അവസാനമായി നടന്നത്. പ്രകാശ പെരുന്തൊട്ടി ആയിരവല്ലിക്കാവ് ദേവീക്ഷേത്രത്തിൽ ആയിരവല്ലി പൊങ്കാലയും സാധനാ മണ്ഡപത്തിന്റെ ശിലാസ്ഥാപനവും നടന്നു. ആർഷ വിദ്യാപീഠ മഠാധിപതി ദയാനന്ദ സരസ്വതി സ്വാമികൾ ക്ഷേത്ര ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വെണ്ണക്കൽ വിഗ്രഹ പ്രതിഷ്ഠയുള്ള കേരളത്തിലെ ഏക ക്ഷേത്രമായ
പെരുന്തൊട്ടി ആയിരവല്ലിക്കാവ് ദേവീക്ഷേത്രത്തിലാണ് ആയിരവല്ലി പൊങ്കാലയും സാധന മണ്ഡപത്തിന്റെ ശിലാസ്ഥാപനവും നടന്നത്. ആർഷവിദ്യാപീഠം മഠാധിപതി ദയാനന്ദ സരസ്വതി സ്വാമികൾ ക്ഷേത്ര പൂജാതി കർമ്മങ്ങൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രങ്ങൾ സാധനാകേന്ദ്രങ്ങളാവണം എന്ന ആപ്തവാക്യം ഉൾക്കൊണ്ടുകൊണ്ട് ആർഷവിദ്യാപീഠം മുന്നോട്ട് വെക്കുന്ന പുതിയ ഒരു ആരാധനാ സമ്പ്രദായത്തിൻ്റെ തുടക്കം എന്നുള്ള നിലയിൽ കേരളത്തിൽ ആദ്യമായി ക്ഷേത്രത്തോട് അനുബന്ധിച്ച് ഒരു സാധനാ കേന്ദ്രം പണി കഴിപ്പിക്കുന്നതിനുള്ള ശിലാസ്ഥാപനവും ഇന്ന് ഈ ധന്യവേളയിൽ നടന്നിരിക്കുകയാണ്. ആർഷവിദ്യാപീഠം ആചാര്യൻ ശ്രീ ദയാനന്ദ സ്വാമികൾ, ആർഷവിദ്യാപീഠം മാർഗദർശക വിനോദ നാരായണൻ ശാന്തി, ക്ഷേത്രം ശാന്തി, വിനോദ ചൈതന്യ തുടങ്ങിയവർ ക്ഷേത്ര ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ധാരാളം വിശ്വാസികളും ചടങ്ങുകളിൽ പങ്കെടുത്തു. ഹോംഗാർഡ് ആൻഡ് സിവിൽ ഡിഫൻസ് റൈസിംഗ് ഡേയോടനുബന്ധിച്ച് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. കട്ടപ്പന ഫയർ സ്റ്റേഷന്റെയും ഇടുക്കി മെഡിക്കൽ കോളേജിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് പരിപാടി നടത്തിയത്. ഹോംഗാർഡ് ആൻഡ് സിവിൽ ഡിഫൻസ് റൈസിംഗ് ഡേയോടനുബന്ധിച്ചാണ് മെഗാ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചത്. രക്തദാനത്തിന്റെ ഗുണവും ആവശ്യകതയും ബാധ്യസ്ഥതയും ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ക്യാമ്പ് നടത്തിയത്. കട്ടപ്പന ഫയർ സ്റ്റേഷൻ, ഇടുക്കി മെഡിക്കൽ കോളേജ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. നിലവിലെ ഈ കട്ടപ്പന നിലയത്തിൻ്റെ പരിധിയിലുള്ള സിവിൽ ഡിഫൻസ് ഏതാണ്ട് 40 പേരും ആൾക്കാരും, ഹോംഗാർഡ്സ് 30 ഹോംഗാർഡ്സുമാണ് നിലവിലുള്ളത്. ഇവർക്ക് ഇവരുടെ റൈസിംഗ് ഡേ, അതായത് നിലവിൽ 2007 മുതൽ തുടങ്ങി വെച്ച ഈ ഉദ്യമം ഇത് നിലവിൽ വളരെ ഫലപ്രദമായി മുന്നോട്ട് പോവുകയാണ്. ഇന്നിപ്പോൾ ഏതാണ്ട് 60ഓളം പേർ ഈ രക്തദാന ക്യാമ്പിൽ പങ്കെടുക്കുന്നുണ്ട്. അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ പോൾ ഷാജി ആന്റണി ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. 60ഓളം ആളുകൾ രക്തദാനം നടത്തി. സിവിൽ ഡിഫൻസ് വാർഡൻ മധു മാധവൻ, ഡോക്ടർ രേഷ്മ ജെയിംസ് എന്നിവർ നേതൃത്വം നൽകി. തത്വമസി SIGയുടെ 15ാമത് വാർഷികവും പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും വണ്ടിപ്പെരിയാർ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ നടന്നു. കുടുംബജീവിതത്തിൽ എങ്ങനെ വിജയം നേടാമെന്ന വിഷയത്തെക്കുറിച്ച് അഡ്വക്കേറ്റ് ബാബു പള്ളിപ്പാട്ട് ക്ലാസ് നയിച്ചു. SHG പ്രസിഡന്റ് ഡോക്ടർ MG പ്രജിൻ ബാബു യോഗത്തിൽ അധ്യക്ഷനായിരുന്നു. SHG അംഗം S അനിൽകുമാർ സ്വാഗതം ആശംസിച്ചു. സെക്രട്ടറി ശ്രീകുമാർ S മുൻവർഷത്തെ റിപ്പോർട്ടും ജോയിന്റ് സെക്രട്ടറി K പ്രതീഷ് വാർഷിക വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു. തുടർന്ന് 2024-25 വർഷത്തിലേക്കുള്ള ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ് നടന്നു. P ജയശങ്കർ നമ്പൂതിരിയെ പ്രസിഡന്റായും TC ഗോപാലകൃഷ്ണനെ വൈസ് പ്രസിഡന്റായും ശ്രീകുമാർ S-നെ സെക്രട്ടറിയായും തെരഞ്ഞെടുത്തു. ജോയിന്റ് സെക്രട്ടറിമാരായി K പ്രതീഷ്, P രാജേഷ്, ട്രഷററായി N സുനിൽകുമാർ എന്നിവരെയും യോഗം തെരഞ്ഞെടുത്തു. കുടുംബജീവിതത്തിൽ എങ്ങനെ വിജയം നേടാമെന്ന വിഷയത്തെക്കുറിച്ച് അഡ്വക്കേറ്റ് ബാബു പള്ളിപ്പാട്ട് ക്ലാസ് നടത്തി. SHG അംഗങ്ങളായ P വിനോദ്, P രാജേഷ് എന്നിവർ സംസാരിച്ചു. TC ഗോപാലകൃഷ്ണൻ യോഗത്തിൽ കൃതജ്ഞത രേഖപ്പെടുത്തി. കട്ടപ്പന ഇടുക്കി റോഡിൽ മഹാരാജ ഫുഡ് മാൾ എന്ന സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടനം ചെയ്തു. കട്ടപ്പന ഇടുക്കി റോഡിലാണ് ഹൈറേഞ്ചിന്റെ രുചിഭേദങ്ങളുമായി മഹാരാജ ഫുഡ് മാൾ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടനം ചെയ്തു. നിങ്ങളുടെ ജീവിതമാണ് ഇത് എന്ന് സങ്കല്പിച്ച് ഇവിടെ നിൽക്കുന്ന ജോലിക്കാരെ എല്ലാവരെയും നല്ല രീതിയിൽ ശ്രദ്ധിച്ച്, നിങ്ങളുണ്ടാക്കുന്ന ഭക്ഷണം ശ്രദ്ധിച്ച്, മറ്റുള്ളവർക്ക് നമ്മൾ നന്മ ചെയ്യുക, ഇല്ലെങ്കിൽ മറ്റുള്ളവരുടെ രോഗത്തെ അല്ലെങ്കിൽ അവരുടെ ശരീരത്തെ ബാധിക്കുന്ന ഒന്നും ഉണ്ടാകാതിരിക്കാനും, അതുപോലെ തന്നെ ഇവിടെ ജോലി ചെയ്യുന്ന എല്ലാവരും സ്നേഹത്തോടെ പെരുമാറണമെന്നും എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. സ്നേഹത്തോടെ പെരുമാറുന്നില്ല എന്നല്ല, പക്ഷേ നമ്മുടെ കട്ടപ്പന നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഒരു പേര് വന്നാൽ, മറ്റൊരു പേര് വന്നാൽ അത് നിങ്ങളെ മാത്രമല്ല ബാധിക്കുന്നത്, കട്ടപ്പന നഗരസഭയിൽ ഉള്ള എല്ലാ കടക്കാരെയും, അത് ഹോട്ടലുകളാണേലും കുൾബാറുകളാണേലും എന്താണേലും എല്ലാവരെയും ബാധിക്കുമെന്ന് നിങ്ങൾ ഓരോരുത്തരും ഓർക്കുകയും ചിന്തിക്കുകയും ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. വിശാലമായ പാർക്കിംഗ് ഏരിയ ഉൾപ്പെടെ 2 നിലകളിലായാണ് മഹാരാജ ഫുഡ് മാൾ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. മർച്ചന്റ് അസോസിയേഷൻ കട്ടപ്പന യൂണിറ്റ് പ്രസിഡന്റ് സാജൻ ജോർജ്, വർക്കിംഗ് പ്രസിഡന്റ് സിജോമോൻ ജോസ്, നഗരസഭാ കൗൺസിലർമാരായ സിജു ചക്കുമൊട്ടിൽ, തങ്കച്ചൻ പുരിയിടം, KP ഹസൻ, JB ജോസഫ്, സിജോ എവറസ്റ്റ്, സജീന്ദ്രൻ പൂവാങ്കൽ തുടങ്ങി നിരവധി പേർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു.
നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിലെ വെള്ളക്കെട്ടിൽ ചൂണ്ടയിട്ട് വ്യാപാരി വ്യവസായി സമിതിയുടെ പ്രതിഷേധം. ഇവിടെയുള്ള ഗട്ടറുകൾക്കും വെള്ളക്കെട്ടിനും പരിഹാരം കാണാത്ത നഗരസഭാ നടപടിയിൽ പ്രതിഷേധിച്ചാണ് വ്യാപാരികളുടെ വ്യത്യസ്തമായ സമരം. മഴ പെയ്താലുടൻ തന്നെ കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിൽ വെള്ളക്കെട്ട് രൂപപ്പെടുന്നത് പതിവാണ്. ഇടച്ചേരി റൂട്ടിൽ നിന്നും ബസ് സ്റ്റാൻഡിലേക്ക് എത്തുന്ന ഭാഗത്ത് ഗട്ടറുകളും നിരവധിയാണ്. വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയുമായി പെയ്ത കനത്ത മഴയിൽ ഗട്ടറുകളിൽ വെള്ളം നിറഞ്ഞ വലിയ വെള്ളക്കെട്ടാണ് ഇവിടെ രൂപപ്പെട്ടിരിക്കുന്നത്. ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാത്ത നഗരസഭയുടെ നടപടിയിൽ പ്രതിഷേധിച്ചാണ് വ്യാപാരി വ്യവസായി സമിതിയുടെ നേതൃത്വത്തിൽ വെള്ളക്കെട്ടിൽ പ്രതീകാത്മകമായി ചൂണ്ടയിട്ട് പ്രതിഷേധിച്ചതെന്ന് സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് മജീഷ് ജേക്കബ് പറഞ്ഞു. ജലസംഭരണികൾ ഉണ്ടാക്കി അതിൽ മത്സ്യകൃഷി നടത്താനുള്ള രീതിയിൽ കട്ടപ്പന നഗരസഭ ഇവിടുത്തെ വ്യാപാരികൾക്കും പൊതുജനങ്ങൾക്കും നൽകിയിരിക്കുന്ന ഈ സഹായത്തിന് അങ്ങേയറ്റം വ്യാപാരി വ്യവസായി സമിതി കടപ്പെട്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, ഈ വ്യാപാരി വ്യവസായി സമിതി ഈ വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ച് നിരവധി നിവേദനങ്ങൾ കട്ടപ്പന മുനിസിപ്പാലിറ്റി കൊടുക്കുകയുണ്ടായി. ഈ റോഡിന്റെ അവസ്ഥകൾ അത് അടിയന്തരമായിട്ട് അത് പരിഹരിക്കണമെന്ന പരാതികൾ കൊടുക്കുകയും ഞങ്ങൾ വിവിധ സമരങ്ങൾ നടത്തുകയും ഉണ്ടായി. എന്നാൽ ഇവർ മൗനം പാലിക്കുകയും നാളിതുവരെ ഇതിന് യാതൊരുവിധ നടപടികളും സ്വീകരിക്കാതെ തെറ്റിദ്ധാരണ വരുത്തുന്ന കുറച്ച് മെസ്സേജുകൾ മാത്രം കൊടുക്കുക എന്നുള്ളതാണ് കട്ടപ്പന നഗരസഭയുടെ നിലപാട്. കട്ടപ്പന നഗരസഭ വൈസ് ചെയർമാൻ പറഞ്ഞത്, ഞങ്ങൾക്ക് ഇവിടെ ഫണ്ടില്ല, ഇവിടെ വരുന്ന വരുമാനങ്ങൾ പകുതിയിലധികം ഞങ്ങൾ കോടതി വ്യവഹാരങ്ങൾ നടത്തുവാൻ വേണ്ടിയാണ് ചെലവഴിക്കുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ വ്യവഹാരങ്ങൾ നടത്തേണ്ട വരുന്നത് ഇതുപോലുള്ള നടപടിക്രമങ്ങളാണ് കട്ടപ്പന നഗരസഭയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. അതുകൊണ്ടാണ് കോടതി വ്യവഹാരങ്ങൾ നേരിടേണ്ടതായിട്ടും വരുന്നത്. ബസ് സ്റ്റാൻഡിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുന്നത് കാൽനട യാത്രികർക്കും വാഹനങ്ങൾക്കും സമീപത്തെ വ്യാപാരികൾക്കും ഒരുപോലെ ബുദ്ധിമുട്ട് സൃഷ്ടിച്ചിരിക്കുകയാണ്. നഗരസഭ അടിയന്തരമായി ഇടപെട്ട പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കണ്ടില്ലെങ്കിൽ ജനങ്ങളെ അണിനിരത്തി ശക്തമായ സമരം ആരംഭിക്കുമെന്നും വ്യാപാരി വ്യവസായി സമിതി നേതാക്കൾ മുന്നറിയിപ്പ് നൽകി. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഇനി കമ്പോളം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഇടുക്കി ഡിസ്ട്രിക്ട് ട്രഡീഷണൽ കാർഡമം പ്രൊഡ്യൂസർ കമ്പനി ഏലക്ക ലേല വിവരം. ആകലോട്ട് 194, വിൽപ്പനയ്ക്ക് വന്നത് 45,357, വിൽപ്പന നടന്നത് 44,290, കൂടിയ വില 3,373, ശരാശരി വില 2,890. കട്ടപ്പന കമ്പോളം. കുരുമുളക് 645, ഏലം കൂടിയ വില 2,800, ഏലം ശരാശരി വില 2,500, കാപ്പിപ്പരിപ്പ് 385, ഗ്രാമ്പു 925, കൊക്കോ 110, റബ്ബർ 190. സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണം ഗ്രാമിന് 7,230 രൂപ, വെള്ളി ഗ്രാമിന് 101 രൂപ. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മൂന്നാർ ടൗണിലെ തിരക്കും ഗതാഗതക്കുരുക്കും ഫലപ്രദമായി പരിഹരിക്കാനുള്ള ശ്രമമാണ് നടത്തിവരുന്നതെന്ന് ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി. മൂന്നാറിലെ അനധികൃത വഴിയോര വിൽപ്പനശാലകൾക്കെതിരെ നടപടി സ്വീകരിക്കാൻ പ്രത്യേക ടാസ്ക് ഫോഴ്സിനെ നിയമിക്കും. ഒഴിപ്പിക്കപ്പെടുന്ന അർഹരായവരുടെ പുനരധിവാസത്തിന് ഇടപെടൽ നടത്തും. മുമ്പ് നിർമ്മിക്കാൻ ലക്ഷ്യമിട്ടിരുന്ന ഫ്ലൈ ഓവറിന്റെ കാര്യത്തിൽ ഇടപെടൽ നടത്തുമെന്നും ജില്ലാ കളക്ടർ. വനനിയമ ഭേദഗതി ബില്ലിലെ നിർദ്ദേശങ്ങൾ കർഷകർക്ക് നേരെയുള്ള കടന്നാക്രമണമെന്ന് ഇടുക്കി രൂപത. 1961 വനനിയമം പരിഷ്കരിക്കാനുള്ള നടപടികളിൽ ജനദ്രോഹപരമായ നിർദ്ദേശങ്ങളാണെന്നും ഇവയൊന്നും അംഗീകരിക്കാനാവില്ലെന്നും ഇടുക്കി രൂപത മീഡിയ കമ്മീഷൻ ഡയറക്ടർ ഫാദർ ജിൻസൺ കാരക്കാട്ട്. വാത്തിക്കുടി പഞ്ചായത്തിലെ ദൈവമേട്ടിൽ വളർത്തുമൃഗങ്ങൾക്ക് നേരെ അജ്ഞാത ജീവിയുടെ ആക്രമണം.
വ്യാഴാഴ്ച രാത്രിയിൽ 4 ആടുകൾക്ക് നേരെയാണ് ആക്രമണമുണ്ടായത്. ഇതിൽ 3 ആടുകൾ ചത്തുപോവുകയും 1 ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. വണ്ടൻമേട് പഞ്ചായത്തിലെ കുപ്പക്കല്ല് പഴയ കൊച്ചറ റോഡ് നിർമ്മാണം പൂർത്തിയായപ്പോൾ നടപ്പുവഴിയില്ലാതായതോടെ വൃദ്ധ പെരുവഴിയിൽ രാജാക്കണ്ടം കുപ്പക്കല്ല് മാമൂട്ടിൽ ഏലിയമ്മ ജോസഫാണ് സ്വന്തം വീട്ടിലേക്ക് പോകാനാകാതെ ബുദ്ധിമുട്ടുന്നത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.